കൈവച്ചുകൊണ്ട് കേരളത്തിന്റെ വ്യവസായം ഞാൻ പറയാൻ വന്നത് സാർ, പറയാൻ പോരൊക്കെ സാർ. അല്ല, ചോദ്യത്തിന്റെ സമയം അത്രേ ഉള്ളൂ. അങ്ങനെ കുഴപ്പമില്ല. സാർ, കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ നേരെ നടന്നിട്ടുള്ള അധിക്ഷേപത്തെ സംബന്ധിച്ച് ഒരു വാക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് സാർ, എന്റെ ചോദ്യം സാർ വേറെ പരിപാടി നോക്ക്, അതൊന്നും വഴങ്ങത്തില്ല സാർ. സാർ, അടുത്തിടെ നമ്മുടെ സംസ്ഥാനം പങ്കെടുത്ത വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ സംസ്ഥാനത്തിന്റെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം ലോകത്തിന് പരിചയപ്പെടുത്തിയത് അതുവഴി നമ്മുടെ സംസ്ഥാനത്തെ വ്യവസായ മേഖലയ്ക്ക് വളർച്ചയിലേക്ക് എന്തൊക്കെ സംഭാവനകളാണ് സാർ ലഭ്യമായത് എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കാം. ഒരു മിനിറ്റ് മിനിസ്റ്റർ, ചോദ്യകർത്താവ് ചോദിക്കുമോ ചെയറിനോട് കുറച്ച് പൊളൈറ്റ്നെസ് ഒക്കെ ആവാം. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സാർ, ബഹുമാനായ അംഗം ചോദിച്ച വളരെ പ്രസക്തമായ ചോദ്യമാണ്. ലോക സാമ്പത്തിക ഫോറത്തിൽ കഴിഞ്ഞ തവണയാണ് നമ്മൾ ഔദ്യോഗികമായ ഒരു ഡെലിഗേഷൻ പങ്കെടുക്കുന്നത്. അതുവഴി ഇപ്പൊ അവിടെ നടക്കുന്ന സംവിധാനത്തിൽ നാം കാണുന്നത് നെറ്റ്വർക്കിംഗ് കഴിയുന്ന, എല്ലാവരെയും കാണാൻ പറ്റുന്ന ഒരു സിംഗിൾ പോയിന്റ് എന്ന നിലയിലാണ് ഡാവോസിൽ നമ്മൾ പങ്കെടുത്തത്. കഴിഞ്ഞ തവണ പോകുമ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നു, ഇത്തവണ നമ്മൾ EOE, MOU, LOE ഇതിനകത്തൊന്നും കേന്ദ്രീകരിക്കില്ല. കാരണം തിരിച്ചു വരുമ്പോൾ തന്നെ കേരള ആയതുകൊണ്ട് ആദ്യം ചോദിക്കുക നമ്മൾ എത്ര MOU ഒപ്പുവെച്ചു. ഇതൊരു മാളിൽ പോയിട്ടോ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടോ ഒരു 10 MOU, 2 LOE, ഒരു 3 EOE എടുക്കൂ എന്ന് പറയുന്ന പോലെയല്ല. നമുക്ക് കേരളത്തെ ഒന്നും കൂടി വിസിബിൾ ആക്കണം, കേരളത്തിന്റെ പൊട്ടൻഷ്യൽ ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കണം. അതായിരുന്നു കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ആനുവൽ കോൺഫറൻസിനകത്ത് നമ്മൾ പങ്കെടുത്തപ്പോൾ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതോടൊപ്പം അതിന്റെ തൊട്ടുപുറകെ വരുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിലേക്ക് അവിടെ നിന്ന് പരമാവധി ഇൻവെസ്റ്റേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയും. ഈ 2 ഉദ്ദേശങ്ങളായിരുന്നു കഴിഞ്ഞ വർഷം പങ്കെടുത്തപ്പോൾ നമുക്കുണ്ടായിരുന്നത്. അതിൽ നന്നായി വിജയിക്കാൻ കഴിഞ്ഞു. കേരളം കുറെ കൂടി വിസിബിളായി. ഈ വർഷം പങ്കെടുത്തപ്പോൾ ഈ വർഷം എന്നെ കൂടാതെ ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസ്, അതുപോലെ MD KSIDC ജനറൽ മാനേജർ, ഇത്രയും ആളുകളാണ് ഇതിനകത്ത് പങ്കെടുത്തത്. ഇത്തവണ പങ്കെടുത്തപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും EOE ബന്ധപ്പെട്ടുള്ള കുറച്ച് ശ്രമങ്ങളാണ് നടത്തിയത്. ഇന്ത്യ പവലിയൻ എന്ന് പറഞ്ഞ പൊതു സംവിധാനമുണ്ട്. അതിലാണ് കഴിഞ്ഞ വർഷം നമ്മൾ അതിനകത്തൊരു മുറി തന്നെയാണ് 10 കോടി രൂപയാണ് അതിന് ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കേണ്ടത്. കഴിഞ്ഞ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് 7.5 കോടിക്ക് അവസാനിപ്പിച്ചു. ഇത്തവണ 10 കോടി ആദ്യം കൊടുത്തതിനു ശേഷമാണ് നമുക്കൊരു ചെറിയ സന്ദർഭം നൽകിയത്. എന്നാൽ കഴിഞ്ഞ തവണത്തെ അനുഭവം നമ്മൾ ഈ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറത്തിറങ്ങുന്ന ഇൻവെസ്റ്റേഴ്സിനെ അപ്പുറത്തുള്ള സ്റ്റേറ്റിന്റെ ആളുകൾ പതുക്കെ അങ്ങോട്ടും വിളിക്കും. അപ്പൊ നമ്മൾ ഇവിടുന്ന് നിങ്ങൾക്ക് 10% ലീസ് ആദ്യം നൽകിയാൽ മതി എന്ന് പറഞ്ഞു പോകുമ്പോഴായിരിക്കും അപ്പുറത്ത് 1 രൂപയ്ക്ക് ആവശ്യത്തിന് സ്ഥലം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത്തവണ നമ്മൾ അവിടെ ഒരു മുറി ഔദ്യോഗികമായി നിലനിർത്തി തന്നെ മറ്റു ചില ആന്ധ്രാപ്രദേശൊക്കെ ഒരു ഹോട്ടലിന്റെ ഫ്ലോർ മുഴുവൻ എടുത്തിട്ടാണ് ചെയ്യുന്നത് സാർ. നമ്മൾ പ്രത്യേകമായിട്ടുള്ള മറ്റൊരു പവലിയൻ കൂടി നടത്തിയിരുന്നു. നല്ല രീതിയിൽ നമുക്ക് അതിനകത്ത് EOEയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഏകദേശം $14 ബില്യൺ $1,18,000 കോടി രൂപയുടെ താല്പര്യപത്രങ്ങൾ ഒപ്പുവയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയാവുന്നതാണ്. അതിന് പ്രധാനപ്പെട്ട ഒന്നിപ്പോ ANSR, നിങ്ങളത് എല്ലാവർക്കും സൈറ്റ് നോക്കി അറിയാൻ കഴിയുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ GCC നിർമ്മാതാക്കളാണ്, ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ. അവരാണ് 250ഓളം GCCകൾ ലോകത്ത് നിർമ്മിച്ചിട്ടുണ്ട്. 500 ഫോർച്യൂൺ കമ്പനികൾ, 500 കമ്പനികൾ അവരുടെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവര് 2 ഗ്ലോബൽ സിറ്റി, ഒന്ന് തിരുവനന്തപുരത്തും മറ്റൊന്ന് കൊച്ചിയിലും, അടുത്ത ഘട്ടമായി കോഴിക്കോടും, അങ്ങനെ ഗ്ലോബൽ സിറ്റി നിർമ്മിക്കുന്നതിനുള്ള താല്പര്യപത്രം ഒപ്പുവെച്ചിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജോലി ലഭിക്കാൻ അത് സഹായകരമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഡാറ്റാ സെന്റർ സിഫി ടെക്നോളജീസ് 1000 കോടിയുടെ ഒപ്പുവെച്ചിരുന്നു. പ്രധാനപ്പെട്ട ഒന്നാണ് സാർ കാനീസ് ഇന്റർനാഷണൽ, അത് സ്വിറ്റ്സർലൻഡ് കമ്പനിയാണ്. 2500 കോടിക്കാണ് എയറോസ്പേസ് എനർജിയുടെ കാര്യത്തിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. രാംകി ഇൻഫ്രാസ്ട്രക്ചർ 6000 കോടിയുടെ ഇക്കോ ടൗൺ വികസനം, സംയോജിത വ്യവസായ പാർക്കുകൾ 6000 കോടിയുടെ ഇവർ ഒപ്പുവെക്കുമ്പോൾ തന്നെ 60,000 കോടി അതുവഴി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് വരാം എന്നുള്ള ധാരണയും എത്തിയിട്ടുണ്ട്. റീസോഴ്സ് റിനയബിലിറ്റി 1000 കോടി, അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളുടെയും മീഡിയ വഴി കൊടുത്തിട്ടുണ്ട്. 3 ദിവസം 19 വൈകിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. 22 വൈകിട്ട് ഞാനും അഡീഷണൽ ചീഫ് സെക്രട്ടറിയും തിരിച്ചു പോന്നു. ഞങ്ങൾ 3 ദിവസം കൊണ്ട് 67 കമ്പനികളുമായിട്ട് ചർച്ച നടത്തി. പൂർണ്ണമായിട്ടും വിജയകരമായിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു. ഇതിന്റെ തുടർ നടപടിയും നമുക്ക് സ്വീകരിക്കാൻ കഴിയും. തിരിച്ച് സാർ ഞങ്ങൾ കൊച്ചിയിൽ 4 മണിക്ക് വന്നിറങ്ങി. അന്ന് തന്നെ 10 മണിക്ക് ലോകത്തിലെ പ്രധാനപ്പെട്ട 42 മെഡിക്കൽ ഡിവൈസ് മാനുഫാക്ചറിംഗ് കമ്പനികളുമായിട്ടുള്ള ചർച്ച അഗാപ്പയുടെ 30ാം വാർഷികത്തിന്റെ ഭാഗമായി നടന്ന പരിപാടിയോട് ചേർന്ന് നടത്തുകയുണ്ടായി. അപ്പോൾ 22 കമ്പനികൾ, ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ മെഡിക്കൽ ഡിവൈസ് കമ്പനി അമേരിക്കൻ കമ്പനി ഉൾപ്പെടെ, ജപ്പാനിലെ 1ാമത്തെയും 2ാമത്തെയും കമ്പനികൾ ഉൾപ്പെടെ അവരും കേരളത്തിൽ ഇതിന്റെ ഭാഗമല്ല, ഇതിന്റെ തുടർച്ചയിൽ നിക്ഷേപ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി ഞാൻ ഈ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സാർ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച
വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ചത് വഴി നമ്മുടെ സംസ്ഥാനത്ത് പുതുതായി കൊണ്ടുവരുവാൻ കഴിഞ്ഞ വൻകിട നിക്ഷേപങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കാം. സാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ കേരളത്തിന്റെ പൊതുവായ ചിത്രത്തിൽ നല്ല മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് അതിന്റെ നല്ല പ്രതിഫലനമായിരുന്നു. നേരത്തെ നമ്മൾ 28ാം സ്ഥാനത്തായിരുന്നു നമ്മുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. 28 എത്തുമ്പോഴും യഥാർത്ഥത്തിൽ നമ്മൾ 15-നുള്ളിൽ എത്തേണ്ടതായിരുന്നു. എന്തുകൊണ്ട് നമ്മൾ 28ലേക്ക് എത്തി എന്ന പരിശോധന നടത്തിയിട്ട് നമ്മൾ യൂണിയൻ ഗവൺമെന്റിന് അന്ന് തന്നെ ഒരു കത്ത് അയച്ചിരുന്നു. ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ 100% ഫീഡ്ബാക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് റാങ്കിങ് നിശ്ചയിക്കുന്നത്. നമ്മൾ 90% റിഫോംസ് നടപ്പിലാക്കിയാൽ നിങ്ങൾ എലിജിബിൾ ആയിരിക്കും. പക്ഷെ റാങ്കിങ് ഫീഡ്ബാക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ആ 100% ഒഴിവാക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടെങ്കിലും അത് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. ആ 100% ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് 2022 റാങ്കിങ്ങിൽ നമുക്ക് ഇന്ത്യയിൽ തന്നെ 1ാം സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞു. അത് പല സംശയങ്ങളും പലരും പ്രകടിപ്പിച്ചെങ്കിൽ ഇപ്പോൾ ആ സംശയം എല്ലാം മാറിക്കഴിഞ്ഞു. ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ 2015 മുതൽ അതേ പ്ലാൻ തന്നെയാണ്. അതിനകത്ത് നമുക്ക് 1ാമത് എത്താൻ കഴിഞ്ഞു എന്നത് അഭിമാനകരമാണ്. എന്നാൽ അതിനേക്കാൾ അഭിമാനകരം ഈ ഒടുവിലത്തെ റാങ്കിങ്ങിൽ തുടർച്ചയായി ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായി കേരളത്തിന് മാറാൻ കഴിഞ്ഞു എന്നത് ഓരോ മലയാളിക്കും അഭിമാനിക്കാം. സാർ, അതിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഇങ്ങോട്ട് വരുന്നു. ഇപ്പോ ഇന്നലെ തന്നെ മട്ടന്നൂര് നമ്മുടെ 500 ഏക്കറിൽ ഒരു വലിയ സംവിധാനം തുടങ്ങുമ്പോഴുള്ള ചർച്ചകൾ ഇന്നലെ വലിയ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ ഇതിനകത്തേക്ക് വരികയുണ്ടായി. ഡീറ്റെയിൽസിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോ മറ്റെല്ലാ രാജ്യങ്ങളും ഒപ്പുവെച്ച EOE, ഇപ്പൊ വെഫിൽ പോയി ഒപ്പുവെച്ചല്ലോ EOE, അവരാരും പ്രസിദ്ധപ്പെടുത്തില്ല ആരൊക്കെയാണ്. പ്രധാനപ്പെട്ട മേഖലകളൊക്കെ പറയുള്ളൂ. നമ്മൾ പിന്നെ ഇവിടുത്തെ ഒരു അവസ്ഥ കാരണം നിങ്ങൾ എന്തിനു പോയി, എവിടെ പോയി, എന്ന് കിട്ടിയെന്നുള്ളത് കൊണ്ട് ഇത് അപ്പം തന്നെ പ്രസിദ്ധപ്പെടുത്തുമ്പോൾ നമുക്ക് അപകടം അറിയാം. ഇങ്ങനെ നമ്മൾ പ്രസിദ്ധപ്പെടുത്തുന്ന ആളുകളെ വളരെ കോമ്പറ്റീഷൻ ആണല്ലോ, മറ്റ് സംസ്ഥാനങ്ങൾ സമീപിക്കും. നിങ്ങൾക്ക് ഇവിടെ തുടങ്ങി കൂടെ, എന്തിനാണ് അങ്ങോട്ട് പോവുക? ഇപ്പൊ ഇവിടെ തുടങ്ങാൻ നിശ്ചയിച്ച ആളുകളെ തന്നെ ചിലർ പോയിട്ട് ഉപദേശിക്കുന്ന കാര്യം നമ്മുടെ ചില സുഹൃത്തുക്കളായ MLA തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഇതിന്റെ എല്ലാം ഭാഗം മറികടന്നുകൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിഞ്ഞു. നമുക്ക് പ്രധാനപ്പെട്ട കമ്പനി ഇപ്പൊ കെയ്ൻസ് ടെക്നോളജീസ് എന്ന് പറയുന്ന ഇലക്ട്രോണിക്സ് രംഗത്തെ ലോകപ്രശസ്തമായ കമ്പനികളിൽ ഒന്നാണ്. അവരാണ് 3600 കോടിയുടെ സെമി കണ്ടക്ടർ പ്ലാന്റ് ഇപ്പൊ ഗുജറാത്തിൽ പൂർത്തീകരിക്കുന്നത്. അവർ 600 കോടിയുടെ ഫ്ലെക്സിബിൾ PCB പ്ലാന്റ് പെരുമ്പാവൂരാണ് ആരംഭിക്കാനായിട്ട് പോകുന്നത്. ഫെബ്രുവരി മാസത്തിൽ അത് കല്ലിടാനുള്ള തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ട്. അദാനി ലോജിസ്റ്റിക്കിന്റെ 70 ഏക്കറിലുള്ള 600 കോടിയുടെ അതിന് കല്ലിട്ടു. നിർമ്മാണം അതിവേഗത്തിൽ നടക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു. ആദ്യത്തെ ഭാഗം പൂർത്തീകരിച്ചു. അവിഗ്ന അതിന്റെ പൂർത്തീകരണം കഴിഞ്ഞു. NDR സ്പേസിന്റെ കഴിഞ്ഞു. ആർക്ക് ഗ്ലോബൽ പൂർത്തീകരണം കഴിഞ്ഞിട്ടുണ്ട്. അക്സെഞ്ചർ അവർ തുടങ്ങി. HCL ടെക്നോളജി തിരുവനന്തപുരത്തും കൊച്ചിയിലും ഇപ്പൊ അവരുടെ കൊച്ചിയിൽ ആദ്യം തുടങ്ങി, ഇപ്പൊ തിരുവനന്തപുരത്തും അവരുടെ പ്രവർത്തനം ആരംഭിച്ചു. ഭാരത് ബയോടെക് കോവാക്സിൻ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിലെ കമ്പനിയാണ്. അവരുടെ പുതിയ സംവിധാനം ബഹുമാനായ MLA റോജി M. ജോണും അതിൽ പങ്കെടുത്തിരുന്നു. അങ്കമാലിയിൽ അവരുടെ ശിലാസ്ഥാപനം നിർവഹിച്ചു. ഞങ്ങൾ ആ ശിലാസ്ഥാപനം നിർവഹിച്ച ഘട്ടത്തിൽ ഞാനും ബഹുമാനായ MLA റോജി ജോണും ഇരിക്കുന്ന ആ വേദിയിൽ വെച്ച് തന്നെ ഈ പത്മഭൂഷൺ ശ്രീ കൃഷ്ണ ഇള അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഇവിടേക്ക് തുടങ്ങാൻ വളരെ വേഗത്തിൽ ഈ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടി. 7 ദിവസം കൊണ്ട് എല്ലാ അനുമതിയും കിട്ടി. പക്ഷെ ഞാനിവിടെ തുടങ്ങാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഹൈദരാബാദിലും ദുബായിലും ചെന്ന ചില മലയാളികൾ അയ്യോ എന്തിനാ ഈ അപകടത്തിലേക്ക് എടുത്തു ചാടുന്നേ എന്ന് എന്നോട് പറഞ്ഞ കാര്യം അദ്ദേഹം തന്നെ അവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എന്തായാലും അവരുടെ നിർമ്മാണം പ്രവർത്തനം ആരംഭിക്കുകയാണ്. വേൾഡ് ട്രേഡ് സെന്റർ കോഴിക്കോടും ഇപ്പോ അവന്റെ കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. TCS ഇന്നോവേഷൻ പാർക്ക് അവരുടെ 37 ഏക്കറോട് കല്ലിടാൻ പോവുകയാണ്. കൊങ്സോബർഗ് അവര് ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയാണ്, അവരുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പനറ്റോണി ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ലോജിസ്റ്റിക് കമ്പനിയാണ്. അവര് 30 ഏക്കറിൽ 25 ഏക്കറിൽ അവരുടെ പ്രവർത്തനങ്ങൾ MOU ഒപ്പുവെച്ച് കഴിഞ്ഞു. അഡസ്കോ ഗ്രൂപ്പ് ജർമ്മൻ കമ്പനിയാണ്, അവര് പ്രവർത്തനം തുടങ്ങുന്നു. BT പെറിയൻ UK കമ്പനിയാണ്, അവർ 2 ക്യാമ്പസുകൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. കാസ്പിയൻ ടെക്നോളജീസ് അമേരിക്കൻ കമ്പനിയാണ്, അവർ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഡി സ്പേസ് ജർമ്മൻ കമ്പനിയാണ്, അവര് തിരുവനന്തപുരത്ത് അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഫുജിനുബറോ അത് ജപ്പാൻ കമ്പനിയാണ്, അഗാപ്പയുമായി ചേർന്നുള്ള ജോയിന്റ് വെഞ്ചർ മുഖ്യമന്ത്രി തന്നെ കാക്കനാട് കല്ലെടുകയുണ്ടായി. ഗ്രാൻഡ് ടോർമെറ്റൻ USA കമ്പനിയാണ്. GR&Affinity അമേരിക്കൻ കമ്പനിയാണ്. ഹണിവെൽ അമേരിക്കൻ കമ്പനിയാണ്. IBM അവര് 100 പേരെന്ന് പറഞ്ഞു കൊടുത്ത് 3000 പേരെ ഇപ്പോൾ റിക്രൂട്ട് ചെയ്ത് അവിടെ ജോലി ചെയ്യുന്ന സ്ഥാപനമായി ആ ക്യാമ്പസ് വികസിപ്പിച്ചു കഴിഞ്ഞു. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി സ്വിറ്റ്സർലൻഡ് കമ്പനിയാണ്, അവരുടെ ക്യാമ്പസ് തുടങ്ങി. നോവേൻസ് USA കമ്പനിയാണ്. അതുപോലെ തന്നെ സ്റ്റാഡ ഗ്ലോബൽ അമേരിക്കൻ കമ്പനിയാണ്, അവരുടെ വലിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. TNP ഫ്രാൻസ് കമ്പനിയാണ്, അവരുടെ പ്രവർത്തനം തുടങ്ങി.
ട്രസ്ന ടെക്നോളജീസ് ഐറൻ കമ്പനിയാണ്, അവർ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. വെൻഷർ അമേരിക്കൻ കമ്പനിയാണ്. ഇങ്ങനെ പ്രധാനപ്പെട്ട കമ്പനികളുടെ എല്ലാം പ്രവർത്തനം തുടങ്ങുന്ന ഒരു നാടായി കേരളം മാറി എന്നുള്ളതിൽ എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാം. ശ്രീ KT ജലീൽ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ KV സുമേഷ്. സർ, നമ്മുടെ കേരളത്തിലെ വ്യവസായ അന്തരീക്ഷത്തില് വലിയ കാതലായ ഒരു മാറ്റം, പരിവർത്തനം ഉണ്ടാക്കാൻ അങ്ങയുടെ നേതൃത്വത്തിൽ നടന്ന ശ്രമങ്ങൾക്ക് കഴിഞ്ഞു. പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നമ്മുടെ കേരളത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന വേളയില് ഭാവി കേരളത്തിന്റെ വളർച്ച കൂടി കണക്കിലെടുത്തുകൊണ്ട് വ്യവസായ മേഖലയിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നയം എന്താണ്, പുതിയ ആശയം, പദ്ധതികൾ എന്താണെന്ന് പറയാമോ? ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, 75ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി വ്യവസായ മേഖലയിലെ ഒരു മുന്നേറ്റത്തിന് ആവശ്യമായ പദ്ധതികൾ വകുപ്പ് ആവിഷ്കരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വ്യവസായ മേഖലയിലെ വളർച്ച അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കേരള മാതൃകയുടെ സവിശേഷത നമുക്ക് എല്ലാവർക്കും അറിയാം സാർ. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ മികവും ക്ഷേമ പ്രവർത്തനങ്ങളിലുള്ള മുന്നേറ്റവുമാണ്. എന്നാൽ EMS ഉൾപ്പെടെ നേരത്തെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഉൽപാദന മേഖലയിലെ ഈ മുരടിപ്പും പശ്ചാത്തല സൗകര്യ മേഖലയിലെ പിന്നോട്ടടിയും മറികടന്നില്ലെങ്കിൽ ഈ നേട്ടങ്ങൾ നിലനിർത്താൻ പോലും കഴിയാത്ത സാഹചര്യം വരുമെന്ന് കാണുകയുണ്ടായി. കഴിഞ്ഞ 10 വർഷത്തെ ഈ ഗവൺമെന്റുകളുടെ പ്രവർത്തനത്തിന്റെ പ്രധാന കേന്ദ്രീകരണം കേരള മാതൃകയുടെ നേട്ടങ്ങളെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുകയും കേരള മാതൃകയുടെ ദൗർബല്യമായി കണ്ട പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ കുറവും ഉൽപാദന മേഖലയിലെ മുരടിപ്പും ഇത് രണ്ടും മറികടക്കാൻ ആവശ്യമായുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് സമയബന്ധിതമായി നടപ്പിലാക്കിയുമുള്ളതായിരുന്നു. അതിൽ കേരളത്തിന് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ 10 വർഷം കൊണ്ട് കേരളം നേടിയിട്ടുള്ള മാറ്റം നേരിട്ട് പ്രതിഫലിപ്പിക്കുന്നത്. സാർ, അതിന്റെ തുടർച്ചയിൽ 75ാം വാർഷികത്തിന്റെ ഭാഗമായി ഇപ്പൊ ഒന്ന് വിഴിഞ്ഞം ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ, അത് പ്രധാനപ്പെട്ട വിഴിഞ്ഞം തുറമുഖം വന്നതിന് ശേഷമുള്ള വ്യവസായികമായിട്ടുള്ള സാധ്യതകളെ പൂർണ്ണമായി വിനിയോഗിക്കാനുള്ള പദ്ധതി കഴിഞ്ഞ ബജറ്റിൽ തന്നെ ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഗ്ലോബൽ സിറ്റി പ്രൊജക്ട് നമ്മുടെ പ്രധാനപ്പെട്ട പദ്ധതിയാണെങ്കിലും കേന്ദ്രം നമുക്ക് അനുമതി നൽകിയില്ല. ആദ്യം തുടങ്ങാൻ അവരുടെ പദ്ധതിയുടെ ഭാഗമായി തന്നെയാണ് അതിന് തുടക്കം ഇട്ടത്. എന്നാൽ ഇപ്പോ അത് സ്റ്റാറ്റസ് എങ്കിലും നൽകണം എന്ന ആവശ്യമാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മെഗാ ഇൻഡസ്ട്രിയൽ സിറ്റി, കോട്ടയത്ത് ഒരു മെഗാ ഇൻഡസ്ട്രിയൽ സിറ്റി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കണ്ണൂർ കാസർഗോഡ് വ്യവസായ ഇടനാഴി 2000 ഏക്കർ സ്ഥലത്തുള്ള പദ്ധതിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ ബയോടെക് ലൈഫ് സയൻസ് സിറ്റി, എയ്റോ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റർ, ഇലക്ട്രോണിക്സ് പവർ ഇലക്ട്രോണിക്സ് ക്യാമ്പസ്, സ്പോർട്സ് ഉപകരണ നിർമ്മാണം, ഇത് പുതിയ തീം ബേസ്ഡ് ആയിട്ടുള്ള പാർക്കുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സാർ. പിന്നെ ഫുഡ് പ്രോസസിംഗ് ആൻഡ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്, മെഗാ ഫുഡ് പ്രോസസിംഗ് പാർക്ക്, 2 ഇപ്പോൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇത് സീ ഫുഡിന്റെ പ്രധാനപ്പെട്ട പ്രോസസിംഗ് പാർക്ക്, അതുപോലെ തന്നെ സ്പൈസ് പ്രോസസിംഗിന്റെ പാർക്ക്, നാളികേര ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് കുറ്റ്യാടിയിൽ അത് പൂർത്തീകരിക്കാനുള്ള ശ്രമം, കയർ നാച്ചുറൽ ഫൈബർ ക്ലസ്റ്റർ, സർക്കുലർ ഇക്കണോമി ആൻഡ് റീസൈക്ലിംഗ് പാർക്ക്, ഇങ്ങനെ തീം ബേസ്ഡ് ആയിട്ടുള്ള മറ്റ് പാർക്കുകളും ഈ കാഴ്ചപ്പാടിന്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ വെർട്ടിക്കൽ ഇന്നോവേഷൻ എന്ന് വെച്ചാൽ ബഹുനില വ്യവസായ സമുച്ചയങ്ങൾ, അതിനാണ് നമുക്ക് സ്ഥലത്തിന്റെ പരിമിതി കൂടി കണക്കിലെടുത്തുകൊണ്ട് ഹൊറിസോണ്ടൽ ആയിട്ടല്ല, തിരശ്ചീനമായിട്ടുള്ള ലംബമായിട്ടുള്ള വെർട്ടിക്കൽ ആയിട്ടുള്ള ഇന്നോവേഷൻ ബഹുനില വ്യവസായ സമുച്ചയങ്ങൾ ഇതിന്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുന്നു. വിമാനത്താവള അധിഷ്ഠിത വികസനം, ഇപ്പൊ ശബരിമല ഗ്രീൻഫീൽഡ് എയർപോർട്ട്, അതുപോലെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്, തിരുവനന്തപുരം ഇന്റർനാഷണൽ, കണ്ണൂർ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വ്യവസായ മേഖലയ്ക്ക് വേണ്ടിയുള്ള പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 25 സെക്ടർ സ്പെസിഫിക് പാർക്കുകൾ, അത് മുൻഗണനാ മേഖലകൾക്കായിട്ട് കിൻഫ്ര സ്ഥാപിക്കുമെന്നുള്ളത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ വനിതാ സംരംഭകത്വം സാർ, കേരളത്തിന്റെ ഒരു പ്രത്യേകത, കേരളത്തിലുള്ള MSMEകൾ മൊത്തം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏകദേശം 40% വനിതാ സംരംഭകരാണ്. അത് കേരളത്തിന് അഭിമാനിക്കാൻ കഴിയാവുന്ന, ഇന്ത്യയിൽ ഒരിടത്തുമില്ലാത്ത വനിതാ പങ്കാളിത്തമാണ്. അതുകൊണ്ട് വനിതാ സംരംഭകത്വ പാർക്ക് ആരംഭിക്കണമെന്നുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. സഹകരണ വ്യവസായ പാർക്കുകൾ സഹകരണ വകുപ്പുമായി ചേർന്ന് വികസിപ്പിക്കാനുള്ള പദ്ധതിയുണ്ട്. അതുപോലെ സ്കിൽ യൂണിവേഴ്സിറ്റി, ഒരു PPP മോഡലിൽ ഭാവിയിലെ വ്യവസായ ആവശ്യങ്ങൾക്കായി യുവാക്കളെ സജ്ജമാക്കാൻ ഒരു സ്കിൽ ഡെവലപ്മെന്റ് യൂണിവേഴ്സിറ്റി, അത് ഈ കാഴ്ചപ്പാടിന്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുന്നു. ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റേഴ്സ് GCC, 200 ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ കേരളത്തിൽ ആരംഭിക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അതിനകത്ത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 3 എണ്ണത്തിന് നമ്മൾ ഒപ്പുവെച്ചു, 44 എണ്ണം ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്ക് സഹായകരമായ ഒരു പദ്ധതിയായിട്ട് കാണുന്നത്. അതുപോലെ പ്രത്യേക ടൗൺഷിപ്പുകൾക്കുള്ള ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പ് നിലവിലുള്ള നിയമമുണ്ട്, അതൊന്നുകൂടി റീവിസിറ്റ് ചെയ്തുകൊണ്ട് ആവശ്യമായ ഭേദഗതി വരുത്തണമെന്ന് കണ്ടിട്ടുണ്ട്. മിഷൻ 1 lakh ചെറിയ സംരംഭങ്ങൾ, ഒരു 50 ലക്ഷം 60 ലക്ഷമൊക്കെ ടേൺ ഓവറുള്ള ചെറിയ സംരംഭങ്ങൾ, അങ്ങനെ 1 ലക്ഷം സംരംഭങ്ങളെ 1 കോടി ടേൺ ഓവറുള്ള സംരംഭങ്ങളാക്കി മാറ്റാനുള്ള പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നു. മിഷൻ 1 lakh. മിഷൻ 1000 ഇപ്പൊ 544 സംരംഭങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. 100 കോടി ടേൺ ഓവറുള്ള 1000 സംരംഭങ്ങൾ. അതുപോലെ MSME ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ മിഷൻ, AI ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുക.
സോഴ്സിംഗ് കേരള, ഇടനിലക്കാരില്ലാതെ തന്നെ പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ ലോക വിപണിയിലേക്ക് എത്തിക്കുക. കേരള ക്രാഫ്റ്റ് ട്രയൽ, വിനോദസഞ്ചാരികളെ പരമ്പരാഗത വ്യവസായ കേന്ദ്രങ്ങളിലേക്ക് ആകർഷിക്കാൻ ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതി. പിന്നെ ഭൂമി ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ലാൻഡ് പൂളിംഗ് സംവിധാനം. ഇപ്പോൾ ഇൻഫോ പാർക്കിന്റെ പുതിയ ഫേസിന് വേണ്ടി കിഴക്കമ്പലം കുന്നത്നാട് ബഹുമാനായ കുന്നത്നാട് MLA-യുടെ പ്രദേശത്തായി ലാൻഡ് പൂളിംഗ് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. പൊതുമേഖലാ GCDA ആണ് ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ളത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അധിക ഭൂമി ഉപയോഗപ്പെടുത്തുന്ന പൊതുനയവും ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതാണ് സാർ 75ാം വാർഷികത്തിന്റെ കൂടി ഭാഗമായി അടുത്ത 31ലേക്കുള്ള കർമ്മ പദ്ധതിയായിട്ട് ഗവൺമെന്റ് കാണുന്നത്. ശ്രീ M. രാജഗോപാലൻ. സർ, മണ്ണെണ്ണ വിളക്ക് കൊളുത്തി വ്യവസായം തുടങ്ങാൻ കഴിയുമോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് സംരംഭകർ കേരളത്തെ പരിഹസിച്ച ഒരു കാലമുണ്ടായിരുന്നു സർ. എന്നാൽ ഇന്ന് ആവശ്യമായ വൈദ്യുതിയും മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനങ്ങളും കാലോചിതമായ വ്യവസായ പരിഷ്കരണവും എല്ലാം ഉറപ്പുവരുത്തി വികസന കുതിപ്പുമായി മുന്നേറുന്ന ഈ കേരളത്തിൽ വ്യവസായ സംരംഭകർ ആഹ്ലാദത്തോടു ഓടിയെത്തുകയാണ് സർ. സർ, എൻ്റെ ചോദ്യം, കേരളത്തിലെ യുവ സംരംഭകരുടെ നൂതനവും വ്യത്യസ്തവുമായ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ KSIDC വഴി പ്രാരംഭ മൂലധന സഹായം എന്ന പദ്ധതി വഴി എത്ര പേർക്ക് തൊഴിലവസരം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ച പ്രവർത്തനങ്ങളുടെ ഫലമായി സംസ്ഥാനത്ത് തുടർച്ചയായി ലഭിച്ചിട്ടുള്ള അംഗീകാരങ്ങൾ ഏതൊക്കെയെന്ന് വിശദമാക്കാം. യെസ് മിനിസ്റ്റർ. സർ, ഇവിടെ നേരത്തെ പറഞ്ഞൊരു ഭാഗം ഇപ്പൊ വൈദ്യുതി മന്ത്രി ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. നേരത്തെ ഇപ്പൊ കേരളത്തിൽ ഒരു 10ലൊക്കെ പഠിക്കുന്ന കുട്ടികളോട് 10അല്ല, ഒരു 15-16 വയസ്സുള്ള കുട്ടികളോട് ചോദിച്ചാലും പവർ കട്ട് എന്താണെന്ന് പറഞ്ഞാൽ അവർക്കറിയില്ല. കാരണം കഴിഞ്ഞ 10 വർഷം കൊണ്ട് പവർ കട്ട്, ലോഡ് ഷെഡിങ്, ഈ 2 പദങ്ങൾ കേരളത്തിലെ ഡിക്ഷണറിയിൽ നിന്ന് അപ്രത്യക്ഷമാക്കാൻ കഴിയുന്ന മാറ്റം വൈദ്യുതി ഉൽപാദന രംഗത്തുണ്ടായി സാർ. എവിടെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഇവിടെ തന്നെ പറഞ്ഞോ. ശ്രദ്ധിക്കണ്ട സാർ, ഈ നമ്മൾ ഈ പല ചിലര് കഴിഞ്ഞ 10 കൊല്ലമായി ഇരുട്ടിൽ തന്നെയാണ് സാർ. അതിന് രക്ഷപ്പെടുത്താൻ നമുക്കൊന്നും കഴിയില്ല സാർ. 10 കൊല്ലമായി ഇരുട്ടിൽ തന്നെ സ്വയം കിടന്നിരിക്കുന്ന ആളുകളെ വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള അസാധാരണ ശേഷിയോ മാന്ത്രിക വിളക്കൊന്നും എന്റെ കയ്യിലില്ല സാർ. നമ്മുടെ വൈദ്യുതി മന്ത്രി ഇവിടെയുണ്ട്. എക്കണോമിസ്റ്റ് എന്ന് വാരികയുണ്ട് സാർ, ലണ്ടൻ എക്കണോമിസ്റ്റ്. അവരുടെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ലെഫ്റ്റ് പാരഡൈസ്. അവരുടെ അവസാന ഭാഗം ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും കേരളത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങൾക്കും കേരളത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. ആ കേരളം ഡെവലപ്പിംഗ് ചാമ്പ്യൻ ആണെന്ന് എക്കണോമിസ്റ്റാണ്, ലണ്ടൻ എക്കണോമിസ്റ്റ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അത്യാവശ്യം വായിക്കുന്നവർക്ക് അറിയാൻ കഴിയും, പ്രതിപക്ഷേതാവ് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സാർ. അതിലൊരു ഭാഗം പറയുന്നത് നമ്മുടെ എക്കണോമിസ്റ്റിന്റെ ഇന്റലിജൻസ് യൂണിറ്റ് അവരുടെ ഒരു ഭാഗം അതിനകത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. അതൊരു സിസ്റ്റർ യൂണിറ്റ് ആണ്. അവരെല്ലാ വർഷവും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളുടെയും വ്യവസായ വളർച്ചയെ കുറിച്ചുള്ള പഠനം നടത്താറുണ്ട്. അത് വലിയ വില കൊടുത്താണ് സബ്സ്ക്രൈബ് ചെയ്യുക കോർപ്പറേറ്റുകളൊക്കെ. കാരണം കോർപ്പറേറ്റുകളൊക്കെ ഇപ്പൊ നമ്മൾ എത്ര പറഞ്ഞാലും ഇപ്പൊ ജനറൽ പറയില്ല, അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു, ഇവര് തള്ളാണ്, PR ആണെന്നൊക്കെ പറയില്ലോ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ കോർപ്പറേറ്റ് ഏജൻസികൾ അവരുടേതായ കൺസൾട്ടൻസി വെച്ച് ഇത്തരത്തിലുള്ള പഠനങ്ങൾ നോക്കി ആ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന ഡിസിഷനിലേക്ക് എത്തുന്നത്. അല്ലാതെ വ്യവസായ മന്ത്രി ഇങ്ങനെ പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു, കേരളത്തിന്റെ പരസ്യം കണ്ടു, നേരെ നിക്ഷേപം നടത്താമെന്ന് പറഞ്ഞിട്ടല്ല ഈ കമ്പനികൾ വന്നിട്ടുള്ളത് സാർ. ആ എക്കണോമിസ്റ്റിന്റെ ഇന്റലിജൻസ് യൂണിറ്റിന്റെ പഠനത്തിൽ നേരത്തെ കേരളം വ്യവസായത്തിന്റെ റാങ്കിങ്ങിലേക്ക് പോലും പരിഗണിക്കപ്പെട്ടിരുന്നില്ല സാർ. എന്നാൽ ഇപ്പൊ കേരളം 9ാമത്തെ റാങ്കിങ്ങിൽ എത്തുമ്പോൾ അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്നുള്ളത് അൺഇൻറപ്റ്റഡ് പവർ കണക്ഷന്റെ കാര്യത്തിൽ വ്യവസായങ്ങൾക്കുള്ളതിൽ കേരളം ഇന്ത്യയിൽ ഇന്ന് 3ാം സ്ഥാനത്താണെന്ന് എക്കണോമിസ്റ്റ് സാക്ഷ്യപ്പെടുത്തുകയാണ് സാർ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഇത്തവണത്തെ റാങ്കിങ്ങിൽ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനിൽ അൺഇൻറപ്റ്റഡ് പവർ സപ്ലൈയിൽ അവരുടെ റാങ്കിങ്ങിൽ കേരളം 1ാം സ്ഥാനത്ത് എത്തി എന്നുള്ളതും ഓരോരുത്തർക്കും അഭിമാനിക്കാൻ കഴിയാവുന്ന കാര്യമാണ്. ഇതിന്റെ ഭാഗമായിക്കൊണ്ടാണ് അസ്വസ്ഥപ്പെട്ടിട്ടില്ല. യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ ഉള്ളത് പറഞ്ഞാൽ ആർക്കോ തുള്ളൽ വരുമെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് അശരീരി പോലെ ഉരുവിട്ടിട്ടൊരു കാര്യമില്ല. യാഥാർത്ഥ്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. വസ്തുതകൾ വെച്ചുകൊണ്ട് വേണമെങ്കിൽ സംസാരിക്കാം. അശരീരി പോലെ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ അതിനെ മറികടക്കാൻ കഴിയില്ല സാർ. സാർ, നമുക്കിപ്പോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 2 തവണ തുടർച്ചയായി 1ാം സ്ഥാനത്തേക്ക് എത്തുന്നു. ഫാസ്റ്റ് മൂവർ പട്ടികയിൽ ആദ്യമായി കേരളം അംഗീകരിക്കപ്പെടുന്നു. കയറ്റുമതിയുടെ കാര്യത്തിൽ ഇപ്പൊ കേരളം ഏറ്റവും മികച്ച സ്ഥാനത്തേക്ക് എത്തുന്നു എന്നുള്ളത് മലയാള മനോരമ തന്നെ ആളുകൾ അറിയിക്കുന്ന രൂപത്തിലേക്ക് വസ്തുതകൾ മുഖത്ത് വന്നടിക്കുകയാണ് സാർ. അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതിന്റെ നോവൽ ഇന്നോവേഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷനായി കേരളത്തിന്റെ ഇയർ ഓഫ് എന്റർപ്രൈസസ് പദ്ധതി തെരഞ്ഞെടുത്തിരിക്കുന്നു സാർ. അതുപോലെയുള്ള ഒത്തിരിയേറെ അംഗീകാരങ്ങൾ നേടാൻ നമുക്ക് കഴിഞ്ഞു. അത് ഈ ഗവൺമെന്റിനുള്ള അംഗീകാരമല്ല സാർ, കേരളത്തിനുള്ള അംഗീകാരമാണ്. കേരള വിരുദ്ധർക്ക് മാത്രമേ ഇത്തരം അംഗീകാരം കിട്ടുമ്പോൾ അസ്വസ്ഥരാകാൻ കഴിയുകയുള്ളൂ. കേരള വിരുദ്ധരാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നു. നന്നായി. ശ്രീ VK പ്രശാന്ത്. സ്പീക്കർ,
സർ, ഈ വ്യവസായവും സംരംഭവും വാഴില്ല എന്ന് പറഞ്ഞ കേരളത്തിലാണ് ഇപ്പൊ 3,53,000-ൽ പരം തൊഴിലവസരങ്ങൾ സംരംഭങ്ങൾ വരികയും 7 ലക്ഷം തൊഴിലവസരങ്ങൾ വരികയും ചെയ്തു. സർ, ഇങ്ങനെ ആരംഭിച്ച സംരംഭങ്ങളിൽ ചിലത് നഷ്ടത്തിലാവുകയോ പൊട്ടിപ്പോകുന്ന ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. ഇവയെ പുനരുജ്ജീവന പദ്ധതിയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയുമോ? അങ്ങനെ എത്രത്തോളം പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്? സർ, ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അടുത്ത മിനിസ്റ്റർ ഉണ്ടത്. സാർ, ഈ ഏത് ഇപ്പൊ സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ ഒരു 90% ആദ്യത്തെ വർഷം തന്നെ മരിച്ചു പോകും ലോകത്ത് തന്നെ. കാരണം പുതിയ ആശയങ്ങളാണല്ലോ. MSME-കളാകുമ്പോൾ ഒരു 30% ഇന്ത്യയിൽ ആദ്യത്തെ വർഷം തന്നെ അത് മരിച്ചു പോകുന്നു എന്നുള്ളതാണ് പൊതുവായുള്ള കണക്ക്. നമ്മളൊരു 15% എത്തിക്കാനാണ് നമ്മൾ ശ്രമിച്ചത്. അതിന്റെ ഭാഗമായിട്ടുള്ള നിരവധി പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുകയുണ്ടായി. മാർക്കറ്റ് ഇപ്പോ ഇവിടെ ബഹുമാന പൊതുവിതരണ വകുപ്പുമായി നമ്മൾ ഒപ്പുവെച്ച കരാറ് പ്രകാരം ഏകദേശം 30 കോടിയുടെ ഉൽപ്പന്നങ്ങൾ K-സ്റ്റോർ വഴി പ്രാദേശികമായിട്ടുള്ള ചെറിയ സംരംഭങ്ങൾക്ക് വിൽക്കാനായിട്ട് കഴിഞ്ഞു. K-ഷോപ്പിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടങ്ങി. അതുപോലെ തന്നെ മറ്റ് പിന്തുണകളെല്ലാം നൽകുന്ന സംവിധാനം നടപ്പിലാക്കി. ബഹുമാനായ അംഗം ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രതിസന്ധിയിലായ സ്ഥാപനങ്ങളെ ഇപ്പൊ നമ്മൾ സിക്ക് യൂണിറ്റ് അതിനെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകമായ പദ്ധതി KSIDC വഴി നടപ്പിലാക്കുന്നുണ്ട്. കാരണം നമ്മൾ പുതിയ സംരംഭങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ പല കാരണങ്ങളാൽ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന നിലവിലുള്ള സംരംഭങ്ങൾ അവയെ എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്തി കഴിയുമോ എങ്കിൽ കുറെ കൂടി നമുക്ക് ഗവൺമെന്റിന്റെ ഇടപെടലിനും മറ്റ് മേഖലയിൽ ചെയ്യുന്ന അത്ര സമയം ചെലവഴിക്കേണ്ടി വരില്ല. എന്നാൽ അതിനാവശ്യമായിട്ടുള്ള ഒരു റീസ്ട്രക്ചറിംഗ് പ്ലാൻ ആവശ്യമാണ്. ആ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സാർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ്. സാർ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, പരശുരാമൻ മഴ ഇറങ്ങിയിട്ട് 10 കൊല്ലം മുമ്പാണ് മഴ ഇറങ്ങിയത് പറയാതിരുന്നത് ഭാഗ്യം. സാർ, ഞാൻ പറയട്ടെ, ഇല്ല, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് അല്ലെങ്കിൽ 5 കൊല്ലമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് നടക്കുന്നത് എന്നുള്ള നിലക്കാണ് അദ്ദേഹം പറയുന്നത്. സാർ, ഇതേ ലാവോസില് അന്നത്തെ ഗവൺമെന്റിന് വേണ്ടി ഞാൻ ഡെലിഗേഷൻ കൊണ്ട് പോയതാണ്. അതുപോലെ തന്നെ ഇതേപോലെ ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ കിട്ടുന്നതാണ്, എക്സിബിഷൻ സ്റ്റാൾ വെക്കുന്നതാണ്, GTEC-ല്, ഹാനോവർ ഷോയില്, അതുപോലെ തന്നെ എല്ലായിടത്തും പോകുന്നുണ്ട്. പക്ഷെ ഒരു ചെറിയ ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 കൊല്ലം കൊണ്ട് ഇവിടെ ഒരു ആറ്റിറ്റ്യൂഡൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അത് ഈ ആവേശത്തോട് പ്രസംഗിക്കുന്ന നിങ്ങൾക്കാണ്. ഇടക്കിടക്ക് മിനിസ്റ്ററുടെ ശബ്ദം ഞാൻ സാർ എന്റെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇടക്കിടക്ക് മിനിസ്റ്ററുടെ ആൻസറിൽ ഒരു കാര്യം വരുന്നുണ്ട്. എന്നാലും വ്യവസായം തുടങ്ങുന്നവർക്ക് ഒരു പെർസെപ്ഷൻ ഇവിടെ ഉണ്ട്. അത് ഞാൻ ഇതേമാതിരി പോയി വന്ന് ലക്ഷക്കണക്കിന് MOU സൈൻ ചെയ്ത് വന്ന് ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസലായപ്പോൾ ഇവിടുന്ന് കേട്ടാൽ എന്താണെന്നറിയാം, എന്തിനാണ് ഈ ദുർവ്യയം? ആ ചോദ്യം ഞങ്ങൾ ചോദിക്കൂല. ഈ പ്രപ്പോസലൊക്കെ ഇലക്ഷനാണല്ലോ, തെരഞ്ഞെടുപ്പാണ് വരാൻ പോണത്. ചിലപ്പോ ഞങ്ങൾ വന്നിരിക്കുമല്ലോ, ചിലപ്പോ ഞങ്ങൾ വന്നിരിക്കും. അപ്പോ നല്ലതാണ്, ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും. ആ ഉറപ്പ് ഞങ്ങൾ. ചോദ്യമൊന്നും അല്ലെങ്കിലും അദ്ദേഹം നടത്തിയ വസ്തുതാ വിരുദ്ധമായ ചില പ്രസ്താവനകളുണ്ട്. അദ്ദേഹം പൊതുവെ അങ്ങനെ നടത്തുന്ന ഒരാളല്ല. കാരണം ഇപ്പോ ഞാൻ പറയട്ടെ, പ്രതിപക്ഷ ഉപനേതാവിനോട് ഞാൻ മറുപടി പറയുന്നത്, നിങ്ങൾ എന്തിനാ അസ്വസ്ഥരാകുന്നത്? സാർ, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ പച്ചക്കളന്ന് പറയാൻ പാടില്ല എന്നാണ് അല്ലേ? വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സത്യമെന്ന മട്ടിൽ ആധികാരികമായി അവതരിപ്പിക്കുന്നതിൽ അസാധാരണ ശേഷി നിങ്ങൾക്കുണ്ട് എന്നുള്ളത് മാധ്യമങ്ങൾ സമ്മതിക്കുന്നതാണ്, ജനങ്ങളല്ലെങ്കിൽ. സാർ, ഈ MOU-കളൊക്കെ എന്തുകൊണ്ട് യാഥാർത്ഥ്യമായില്ല? നേരത്തെ ഇൻവെസ്റ്റ് സമ്മിറ്റ് നടത്തിയപ്പോ നിങ്ങൾ പങ്കെടുത്തു, ഞാൻ അതിന് സ്വാഗതം ചെയ്തു. എല്ലായിടത്തും പറഞ്ഞു കേരളത്തിന്റെ ഗുണമാണ്, പ്രതിപക്ഷ മേധാവ് ഉൾപ്പെടെ എല്ലാവരും പങ്കെടുത്തു, അത് നല്ല കാര്യമാണ്, നമുക്ക് വിസിബിലിറ്റി കിട്ടും. എന്നാൽ VS നിങ്ങളുടെ ജിമ്മിൽ പങ്കെടുത്തിരുന്നു, അന്നത്തെ മുഖ്യമന്ത്രി ജിമ്മിൽ പങ്കെടുത്തിരുന്നു. അന്ന് നിങ്ങൾക്കൊപ്പം നിന്നിരുന്ന അന്ന് നിങ്ങൾക്കൊപ്പം ജിമ്മിലും ഒക്കെ വന്ന പ്രപ്പോസൽസ് ആണ്. പിന്നെ മെഗാ പ്രോജക്റ്റ് ആയി കേരളത്തിൽ വന്ന മെട്രോ, അതുപോലെയുള്ള പല സംഗതികളും ഈ 10 കൊല്ലത്തിനുള്ള ഒരു മെഗാ പ്രോജക്ട് നിങ്ങൾ കൊണ്ടുവന്നു ഒന്നിച്ച് നിങ്ങളായിട്ട് സാർ എനിക്ക് സമയം തരണം. അദ്ദേഹം പറഞ്ഞത് ഈ പ്രൊജക്ടുകൾ പറയാൻ കുറച്ച് സമയം എടുക്കും. സാർ, വെറുതെ ഇരുന്നിട്ട് അങ്ങ് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മെട്രോയുടെ തുടക്കം എവിടെ നിന്ന് അറിയാൻ കഴിയും. നായനാരുടെ കാലഘട്ടത്തിൽ ആരംഭിച്ച തുടക്കം എവിടെ? അതിനുശേഷം മെട്രോയ്ക്ക് വേണ്ടി ഈ മെട്രോയെ അങ്ങ് ഉൾപ്പെടെയുള്ള ആളുകൾ സിംഗപ്പൂരിൽ പോയിട്ട് സിംഗപ്പൂര് കമ്പനിക്ക് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അതിനെതിരെ കേരളം നടത്തിയ വലിയ സമരത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് DMRCക്ക് അത് കിട്ടിയതെന്ന് അതിന്റെ നേതൃത്വം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ. കമൽനാഥ് കേരളത്തിലേക്ക് വന്നു സാർ, ഞാനൊന്നും പാർലമെന്റ് മെമ്പറാണ് സാർ. അദ്ദേഹം പറഞ്ഞോട്ടെ, അദ്ദേഹം ബഹുമാനപ്പെട്ട ഉപനേതാവ് പറയുമ്പോൾ അവരൊന്നും കമന്റ് ചെയ്യില്ല. പ്ലീസ് അദ്ദേഹം പറയട്ടെ. യഥാർത്ഥത്തിൽ ബഹുമാനായ ഉപനേതാവ് ചോദ്യങ്ങളല്ലോ ചോദിച്ചത്. പക്ഷെ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുമ്പോ
ആ പ്രസ്താവന രേഖയിൽ വരികയും സമൂഹം കാണുകയും ചെയ്യല്ലോ. വസ്തുതാ വിരുദ്ധമാണ് എന്നുള്ളത് വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തി സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പുറത്തിരിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞത് കാര്യത്തിൽ എന്താ, നേരത്തെ പറഞ്ഞു നിങ്ങൾ ആരും സഹകരിച്ചില്ല, ഞങ്ങൾ സഹകരിച്ചു, നിങ്ങൾക്കാണ് മാറ്റം വന്നത്. VS അതിനകത്ത് വന്നു. സാർ നിങ്ങളുടെ മന്ത്രിസഭ സാർ അന്ന് ഇൻവെസ്റ്റ് സബ്മിറ്റ് നടത്തിയ മന്ത്രിസഭയ്ക്കകത്ത് ഐക്യമുണ്ടായില്ല. അന്നത്തെ റവന്യൂ മന്ത്രി ഇന്നത്തെ UDF കൺവീനർ അദ്ദേഹം പരസ്യമായി പറഞ്ഞു ഞങ്ങൾ ആരും അറിയാത്ത പദ്ധതികളാണ്, 1 ഇഞ്ച് ഭൂമി നൽകില്ല. ഞങ്ങളല്ല പറഞ്ഞത്, ഇന്നത്തെ UDF കൺവീനർ അന്നത്തെ റവന്യൂ മന്ത്രി, അന്നത്തെ ഹരിത MLA-മാരുടെ പ്രസ്താവന നോക്കിക്കോ, ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടല്ലോ. അപ്പോ നിങ്ങൾക്കൊരു യോജിപ്പുണ്ടായിരുന്നില്ല. നിങ്ങളുടെ മുന്നണി എന്ന് കേരളത്തിൽ ഭരിച്ചാലും നിങ്ങളുടെ തമ്മിലടി മാത്രമാണ് കേരളത്തിന്റെ വികസനങ്ങളെ മുടക്കിയിട്ടുള്ളത്. അല്ലാതെ ഇങ്ങോട്ട് നോക്കണ്ട, നിങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞ അതേപോലെ തന്നെ ഇപ്പൊ തന്നെ ഏത് വികസന പദ്ധതികൾ, തുരങ്കപാത ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചില്ലേ? തുരങ്കപാത ഞങ്ങൾ അനുവദിക്കില്ല. നേരത്തെ ഞങ്ങൾ കേരയിൽ എന്ന് പറഞ്ഞപ്പോ അയ്യോ എന്ന് പറഞ്ഞവർ BJP കേരയിൽ അതിവേഗ റെയിൽവേ എന്ന് പറയുമ്പോ സ്വാഗതം എന്ന് പറഞ്ഞില്ലേ? ഈ അമ്പർധാര കേരളം അറിയില്ലേ? അതുകൊണ്ട് സാർ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ അങ്ങേ രാഷ്ട്രീയ തർക്കത്തിൽ ചോദ്യം വന്ന് അങ്ങേപ്പോലൊരാൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പിന്റെ വക്കത്തെത്തിയത് കൊണ്ട് അങ്ങനെ ഒരു ചോദ്യം വന്നതായിരിക്കും അത്രേ കരുതുന്നുള്ളൂ. നല്ല രീതിയിൽ കേരളം മാറിയിരിക്കുന്നു. അത് ഞങ്ങൾ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ആ കാര്യം മാത്രമാണ് സഭയുടെ ശ്രദ്ധയിൽ. ശ്രീ റോജി എം ജോൺ ചോദ്യമാണ്. ചോദ്യം സർ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിച്ച ഒരു പദ്ധതിയായിരുന്നു അങ്കമാലിയിലെ ഗിഫ്റ്റ് സിറ്റി എന്നുള്ളത്. ഇപ്പൊ 5 വർഷമായി സർ. നമ്മൾ എത്രയോ തവണ അങ്ങും ഞാനും ഒക്കെ ഉൾപ്പെടെ ഭൂവുടമകളും ഒക്കെ ആയിട്ട് ഉദ്യോഗസ്ഥരുമൊക്കെ ആയിട്ട് ചർച്ചകൾ നടത്തി. ആ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. ഏറ്റവും ഒടുവിൽ അങ്ങ് തന്നെ അവിടെ സ്ഥലത്ത് പദ്ധതി പ്രദേശത്ത് വന്ന് നമ്മളെ ഭൂവുടമകളുമായി സംസാരിച്ച് അതിന്റെ പലിശ ഉൾപ്പെടെ ഒഴിവാക്കി കൊടുക്കുവാനായിട്ട് ഭൂവുടമകൾ സമ്മതം അറിയിച്ചു. ആ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. പക്ഷെ സാർ നാളെ ഇതുവരെയായിട്ട് അവിടെ 1 സെന്റ് ഭൂമി പോലും നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പൊ കോഴിക്കോടും തിരുവനന്തപുരത്തും ഗ്ലോബൽ സിറ്റിയെ സംബന്ധിച്ച് അങ്ങ് പറയുകയുണ്ടായി, നമ്മൾ സ്വാഗതം ചെയ്യുന്നു. സാർ, നമ്മൾ നേരത്തെ 5 വർഷം മുമ്പ് പ്രഖ്യാപിച്ച ഈ ഗ്ലോബൽ സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ആ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ നമുക്ക് ത്വരിതപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ അനുമതി കിട്ടേണ്ടതായിട്ടുണ്ട്, നമുക്കറിയാം. പക്ഷെ അനുമതി ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഭൂമി ഏറ്റെടുക്കാൻ നമ്മൾ പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ എത്രയും വേഗം, കാരണം ആ ഭൂമി അവരെ സംബന്ധിച്ച് സാർ നമുക്കറിയാം, ഇവിടെ അങ്ങ് തന്നെ പറഞ്ഞു നിരവധി പദ്ധതികൾക്ക് നമ്മൾ ധാരണാപത്രം ഒപ്പുവെച്ചു. ചോദ്യത്തിലാണ് സാർ. അതുകൊണ്ട് ഭൂമിയുടെ ലഭ്യതയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് എത്രയും വേഗം ഈ അങ്കമാലി ഗ്ലോബൽ സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക, ഭൂവുടമകൾക്ക് പണം കൊടുക്കാൻ. സാർ, അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ ഗൗരവമുള്ളതാണ്. അദ്ദേഹവും അതുപോലെ തന്നെ എന്നോടൊപ്പം തന്നെ ആ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്നതാണ്. പക്ഷെ അതിന്റെ മർമ്മം അദ്ദേഹം ചോദ്യത്തിലേക്ക് വന്നില്ല. അവസാനം ഒരു പരാമർശത്തിലൂടെ കൊണ്ടുവരികയും ചെയ്തുള്ളൂ. ഗിഫ്റ്റ് സിറ്റി എന്നുള്ളത് കൊച്ചി ബാംഗ്ലൂരു ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ 2ാം നോഡിലാണ് ആദ്യം കണ്ടിരുന്നത്. എന്നാൽ ഗവൺമെന്റ് ആവശ്യപ്പെട്ടനുസരിച്ച് 1ാമത്തെ നോഡിന്റെ ഭാഗമാക്കാൻ തന്നെ അവർ സമ്മതിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഭൂമി ഏറ്റെടുക്കൽ, 2ാം നോഡാണെങ്കിൽ പോലും 1ാം നോഡ് തത്വത്തിൽ അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി ഏറ്റെടുക്കലിന്റെ ശ്രമങ്ങൾ ആരംഭിച്ചു. അവിടെ 500 ഏക്കറിന് 500 കോടി നമ്മൾ മാറ്റിവെച്ചു. അവസാനം ബഹുമാന MLA, MP, പഞ്ചായത്ത് പ്രസിഡന്റ് അവരെല്ലാവരും ആവശ്യപ്പെട്ട് ജനപ്രതിനിധികൾ അതിന്റെ ഭാഗമായി 500 ഏക്കർ എന്നുള്ളത് 386 ഏക്കറോ മറ്റായിട്ട് ചുരുക്കി. 500 ഏക്കറിന് 500 കോടി നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ അവസാനം വാല്യുവേഷൻ വന്നപ്പോൾ 850 കോടിയായി. 850 കോടി കിഫ്ബിയിൽ നിന്ന് നിങ്ങൾ എപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ കിഫ്ബി കൃത്യസമയത്ത് തന്നെ ആ ഫണ്ട് നൽകാനും തയ്യാറായി. എന്നാൽ സംഭവിച്ചത് ഈ ഗിഫ്റ്റ് സിറ്റിയുടെ ആദ്യം തന്നെ ഒരു നോട്ടീസ് വന്നു, നിങ്ങളുടെ പേര് മാറ്റണം. ഇതൊക്കെ യൂണിയൻ ഗവൺമെന്റിലൂടെ അംഗീകരിച്ചു വന്ന പദ്ധതിയാണ്. അത് ഗുജറാത്തിലെ അഹമ്മദാബാദ് ഗിഫ്റ്റ് സിറ്റിയാണ്, അവർക്ക് മാത്രം ഉള്ളതാണെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പേരിൽ എന്തിരിക്കുന്നു എന്ന് കണ്ട് നമ്മൾ പേര് മാറ്റി ഗ്ലോബൽ സിറ്റി എന്നാക്കി. ഈ ഗ്ലോബൽ സിറ്റിയും ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ രണ്ടാണ്. ബഹുമാന അംഗത്തിന് അറിയായിരിക്കും. ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ വേറാണ്, നമുക്ക് ഗ്ലോബൽ സിറ്റിയിൽ GCC കൂടി വേണ്ടി കൊണ്ടുവരാമെന്നേ ഉള്ളൂ. എന്നാൽ പിന്നീട് നമ്മൾ അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു ഭൂമി ഏറ്റെടുക്കേണ്ട പറഞ്ഞപ്പോ കൊച്ചി ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോറിന് 1710 ഏക്കർ ഭൂമി 10 മാസം കൊണ്ട് ഏറ്റെടുത്ത് നമ്മൾ നൽകി. അതിന്റെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 12 പദ്ധതികളിൽ ഇപ്പൊ ടെൻഡർ അവാർഡ് ചെയ്ത് നിർമ്മാണം നടക്കുന്നത് പാലക്കാട് ഈ സ്മാർട്ട് സിറ്റിയിൽ മാത്രമാണ്. എന്നാൽ ഈ ഗിഫ്റ്റ് സിറ്റിയുടെ പേര് നമ്മൾ മാറ്റിയിട്ടും അതിന്റെ ഡിസൈൻ മാസ്റ്റർ പ്ലാൻ അതിന്റെ കോൺട്രാക്ട് വരെ കൊടുത്തപ്പോൾ എല്ലാം പോസ് ചെയ്യാൻ പറഞ്ഞ് യൂണിയൻ ഗവൺമെന്റ് കത്തയച്ചു. അവിടെ നിന്നുള്ള MP അറിയാം, അദ്ദേഹത്തോടും പറഞ്ഞു നിങ്ങളെന്ന് അവിടെ ഇടപെടണം. പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി തന്നെ കത്തയച്ചു. MP ആവശ്യപ്പെട്ടു, ഞാൻ നേരിട്ട് തന്നെ വ്യവസായ വകുപ്പ് മന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടു.
പക്ഷേ ആ പദ്ധതി തൽക്കാലത്തേക്ക് മാറ്റിവെക്കാനാണ് കേന്ദ്രം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നമ്മുടെ ഈ ഭൂമി ഏറ്റെടുക്കാൻ നമ്മൾ ഭൂവുടമകളായിട്ട് ഞങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ്. ആ സംവിധാനം വരുമ്പോൾ നമുക്ക് ഗുണപ്രദമാണ്. ഇപ്പൊ നമ്മൾ ആവശ്യപ്പെട്ടത് നിങ്ങൾക്ക് ഇനി പണം മുടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അഹമ്മദാബാദ് ഗിഫ്റ്റ് സിറ്റിയുടെ അതേ സ്റ്റാറ്റസ് എങ്കിലും നമുക്ക് നൽകണം. ഗിഫ്റ്റ് സിറ്റിയുടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ജൂറിസ്ഡിക്ഷൻ ആണ് സാർ. ഇന്ത്യയുടെ നിയമങ്ങളൊന്നല്ല. ബജറ്റ് സമ്മേളനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി പി രാജീവാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.